ഹായ് ഫ്രണ്ട്സ്, നാളെ +1 വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് എക്സാം. ഫസ്റ്റ് എക്സാമാണ് +1 വിദ്യാർത്ഥികളുടെ. ഹയർ സെക്കൻഡറിയിൽ വന്നതിന് ശേഷം ആദ്യത്തെ ബോർഡ് എക്സാം എഴുതുകയാണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അറബി ഉണ്ടാവാം, ഉറുദു ഉണ്ടാവാം, ഹിന്ദി ഉണ്ടാവാം, സാൻസ്ക്രിറ്റ് ഉണ്ടാവാം, മലയാളം ഉണ്ടാവാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലാംഗ്വേജിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈമിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ടത് മലയാളം എഴുതുന്നവരാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റിനും സമയം അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവാറില്ല, അധികം അങ്ങനെ ആയി കാണാറില്ല. അപ്പോൾ ഇതുവരെ ഒന്നും നോക്കാത്തവരാണെങ്കിലും ഇപ്പം നോക്കി തുടങ്ങിയിട്ട് നാളെ ഉച്ചവരെ ആവുന്ന സമയം കൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ നേടാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോവുക എന്നത് തന്നെയാണ് ആദ്യം ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ എല്ലാ സെക്കൻഡ് ലാംഗ്വേജിനും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ സ്കോറൊക്കെ ചെയ്യണമെങ്കിൽ ആ 1 മാർക്ക് നമുക്ക് മുഴുവനും ശരിയായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. മുന്നേ ഹിന്ദി, ഉറുദു, അറബി ഇവയ്ക്കൊക്കെയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫുൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഹിന്ദി ആവട്ടെ, അറബി ആവട്ടെ, മലയാളം ആവട്ടെ, സംസ്കൃത് ആവട്ടെ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നിലുള്ള ക്വസ്റ്റ്യൻസ്, NCERTയുടെ റിവിഷൻ ക്വസ്റ്റ്യൻസ് അല്ലെ, ബുക്കിൻ്റെ ബാക്കിലുള്ള എക്സസൈസ് പാർട്ട്, അത് മുഴുവനായും ആൻസർ ചെയ്തിട്ട് നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ സ്കോർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ജനറൽ എസ്സേ വന്നേക്കാം. ജനറൽ എസ്സേ വരുമ്പോൾ അതും നിങ്ങളുടെ ക്ലാസ്സിൽ കൺസേൺഡ് ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്ത് തന്നെ ആയിരിക്കും. അതല്ലാതെ ആനുകാലിക സംഭവങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിനുള്ളൊരു മെൻ്റൽ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ് ലാംഗ്വേജാണ് എഴുതാൻ. ജനറൽ എസ്സേ ഒക്കെ വരുമ്പോൾ എഴുതാനുള്ള മടിയൊന്നും നമ്മൾ കാണിക്കരുത്. നമ്മുടെ ലാംഗ്വേജിൽ നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തവരാണ് ഇപ്പോൾ എടുത്തിട്ട് വായിച്ചോളൂ. നമുക്ക് ബുക്ക്, അതായത് +1ൻ്റെ ലാംഗ്വേജ് ബുക്ക് മുഴുവനായിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ നിങ്ങൾ പറയും എനിക്ക് മലയാളമൊന്നും മുഴുവൻ വായിച്ചു തരൂല എന്നാണെങ്കിൽ സമ്മറി പാട്ടുണ്ടാവും, അതെങ്കിലും ഒന്ന് വായിച്ച് നോക്കൂ. അതിൻ്റെ മെയിൻ സ്റ്റോറി എന്താണ്, അതുപോലെ ആ ചാപ്റ്ററിൻ്റെ പിന്നിലുള്ള എക്സസൈസ് പാട്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈസി, എളുപ്പം, ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജിനെ നിസ്സാരമായിട്ട് കാണണ്ട. കൺസേൺഡ് സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്റ്റിൽ നമുക്ക് ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകാൻ പറ്റുന്ന ഒത്തിരി സാധ്യതയുള്ളതാണ്. അത് അറബി ആയാലും, മലയാളം ആയാലും, ഉറുദു ആയാലും, സാൻസ്ക്രിറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ മലയാളം ആണെങ്കിലും. പിന്നെ സാൻസ്ക്രിറ്റൊക്കെ പഠിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ നീറ്റൊക്കെ എഴുതുവാണെങ്കിൽ അവിടെ ആയുർവേദ അതായത് BAMSനൊക്കെ ആയുർവേദ ഡോക്ടറാവാൻ നിങ്ങൾ താല്പര്യപ്പെടുകയും അതിന് ഓപ്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ +2ന് സാൻസ്ക്രിറ്റ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ട്, വെയിറ്റേജ് ഉണ്ട്, പരിഗണനയുണ്ട്. അപ്പോൾ ഇന്ന് സാൻസ്ക്രിറ്റിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. എല്ലാ സബ്ജക്റ്റിനും, എല്ലാ ലാംഗ്വേജിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഏത് ലാംഗ്വേജും ആവട്ടെ, നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നിങ്ങളെ കൺസേൺ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഓർക്കുക, അതിലൂടെയൊക്കെ കടന്നു പോകുക. ഈസിയായി റിലാക്സ് ചെയ്ത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഫ്രഷായിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെക്കൻഡ് ലാംഗ്വേജ്. അത് നിങ്ങളുടെ ഫസ്റ്റ് എക്സാം തന്നെയാണ്. അപ്പോൾ നാളത്തെ നിങ്ങളുടെ എക്സാം വളരെ ഈസി ആയിരിക്കട്ടെ, വളരെ കൂളായിരിക്കട്ടെ, ഫ്രീ ആയിട്ട് വരൂ. നന്നായിട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ടൊന്ന് വായിച്ച് നോക്കൂ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. അപ്പോൾ ഒരു കാര്യം വിട്ടുപോകരുത്, ടൈം മാനേജ് ചെയ്തിട്ട് തന്നെ എഴുതണം. എല്ലാ കമ്പൽസറി ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ പിന്നീട് നമ്മുടെ മാർക്ക് ഒരിക്കലും നമുക്ക് ഫുൾ സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റൂല. നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഫുൾ സ്കോറൊക്കെ നമ്മൾ ഒത്തിരി സഹായിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും പരിഗണന കൊടുത്തുകൊണ്ട് കൂൾ ഓഫ് ടൈമിൽ തന്നെ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകണം.